PG അരുൺ കൂടി നമ്മളോടൊപ്പം കോഴിക്കോട് നിന്ന് ചേരുകയാണ്. അരുണാണ് ഈ ആളുകളുടെയൊക്കെ പ്രതികരണം എടുത്തത്. അപ്പോൾ അരുണോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് ആളുകൾ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ. അരുൺ, ഗുഡ് മോർണിംഗ്. എന്താണ് അരുൺ, ആളുകളൊക്കെ വലിയ പ്രയാസത്തിലാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പറഞ്ഞോളൂ, തുറന്നോ. അതെ അക്ഷയ്, കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ അടിക്കടി ഉണ്ടാകുന്ന പവർ കട്ടാണ്. അതിപ്പോൾ ഒരാഴ്ചയിലേറെയായി ഇങ്ങനെ തുടരുന്നതാണ്. അത് ഈ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇതിങ്ങനെ തുടങ്ങിയപ്പോൾ ആൾക്കാർ വിചാരിച്ചിരുന്നത് ഈ ഇടയ്ക്ക് ഈ മഴ ഉണ്ടായിരുന്ന സമയത്താണ് ഇങ്ങനെ കറണ്ട് കട്ട് 5-10 മിനിറ്റുകളായി ഏകദേശം 2 മണിക്കൂറോളം ഇങ്ങനെ പവർ കട്ട് ഇങ്ങനെ ഉണ്ടായി. അപ്പോഴെല്ലാം ഈ മഴയുടെ കാരണമായിരിക്കാം ഈ വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നതെന്നായിരുന്നു ആളുകൾക്ക് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ 2 ആഴ്ചയിലേറെയായി ഇങ്ങനെ തുടർന്നു വരുന്ന ഈ ഒരു പവർ കട്ട് അല്ലെങ്കിൽ ഈ ഒരു വൈദ്യുതി തടസ്സം അത് ഈ വൈദ്യുതി നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ആണെന്ന് ഔദ്യോഗികമായി KCB തന്നെ സമ്മതിക്കുന്ന നിലയിലേക്ക് പോയി. കാരണം അപ്രഖ്യാപിത പവർ കട്ടാണ് സംസ്ഥാനത്തുടനീളം. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 20 മുതൽ 30 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന പലപ്പോഴായാണ് ഈ പവർ കട്ട് ഉണ്ടാകുന്നത്. അത് ഏകദേശം 6 മണി മുതൽ ആരംഭിക്കും. ഏകദേശം 12 മണി വരെ നീണ്ടു നിൽക്കുന്ന പവർ കട്ടാണ്. അത് 2 മണിക്കൂറോളമാണ് ഇങ്ങനെ 20-30 മിനിറ്റുകൾ എന്നോണം 3-4 തവണയാണ് പോകുന്നത്. കാരണം ഞാൻ ഇന്നലെ പ്രതികരണം എടുത്തത് കോഴിക്കോട് നടക്ക കേന്ദ്രീകരിച്ചായിരുന്നു. കറണ്ട് പോയ ഉടനെ തന്നെ ഈ ആളുകളുമായി ബന്ധപ്പെട്ട് നിന്നവർ തന്നെ കൃത്യമായ ഒരു പ്രതികരണമാണ് നടത്തുന്നത്. ഒരു പ്രതിഷേധത്തിൽ കലർന്ന, കാരണം കറണ്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് KCB മുന്നേ എല്ലാം ഈ ഒരു കൺസ്യൂമർക്ക് ഈ ഒരു മെസ്സേജ് വഴിയും ഫോൺ വഴിയും എല്ലാം ഇവർക്ക് ഈ ഒരു സന്ദേശം ഈ മെസ്സേജിൽ വരെ ടെക്സ്റ്റ് മെസ്സേജായി എത്തുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഈ ഒരു മുന്നറിയിപ്പൊന്നും ലഭിക്കാതെയാണ് പലപ്പോഴായി ഇങ്ങനെ കറണ്ട് പോകുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അത് അരമണിക്കൂറാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ ഈ അരമണിക്കൂർ വീതം 4 തവണയൊക്കെയാണ് കോഴിക്കോടിൻ്റെയും പല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇങ്ങനെ കറണ്ട് പോകുന്നത്. ഇതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് രോഗികളായി വരുന്നവരെല്ലാവരും വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. KCB അധികൃതരെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അരമണിക്കൂർ മുമ്പാണ് ഇങ്ങനെ നമുക്ക് ഈ ഇതിൻ്റെ ഹെഡ് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശം എത്തുന്നത്. അരമണിക്കൂർ കഴിയുമ്പോൾ അരമണിക്കൂർ വൈദ്യുതി തടസ്സമുണ്ടാകുമെന്നുള്ള ഒരു സന്ദേശം ലഭിക്കുന്നത്. അധികൃതർക്ക് പോലും ഇവരുടെ ഈ സെക്ഷൻ ഓഫീസുകൾ ആളുകൾക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം. അവരും ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒരു അവസ്ഥയാണ്. നമുക്കറിയാം, ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നു, അതിൻ്റെ ഫൈനലിലേക്ക് കടക്കുന്നു. ഈ സെമി ഫൈനൽ മത്സരങ്ങളും ഈ പ്രീ ക്വാർട്ടർ മത്സരങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ഈ കോഴിക്കോട് ജില്ലയുടെയും മറ്റു സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിലും ഈ പലതരത്തിലുള്ള വൈദ്യുതി തടസ്സമുണ്ടായി. അങ്ങനെ ഫുട്ബോൾ പ്രേമികളും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം KCBയുമായി ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി. നേരത്തെ തന്നെ ഈ മഴ കുറയും, എൽ നിനോ പ്രതിഭാസം കാരണം മഴ കുറയുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിരുന്നെങ്കിലും ഇതിൽ കൃത്യമായ ഒരു മുന്നൊരുക്കം KCB നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെയും വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന KPCC അധ്യക്ഷനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം വരുന്നുണ്ട്. കാരണം പിടിപ്പുകേട് തന്നെയാണ്, വിസ്മയങ്ങൾ തുടരും. അത് പക്ഷേ ഇരുട്ടിലുള്ള വിസ്മയമാണ്. ആരോഗ്യമേഖല ആകെ തട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ. അത് ഏതൊരു മേഖല എടുത്തു നോക്കിയാലും ചുരുങ്ങിയ കാലയളവിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സർക്കാരിനെതിരെ ഈ ഒരു ഇന്ദിരാഘട്ടെന്നാണ് ആളുകളെല്ലാം ഇതിനെ വിളിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഇന്ദിരാഘട്ടെന്നാണ് പറയുന്നത്. അത് 1 മണിക്കൂർ വൈദ്യുതി തടസ്സം ഉണ്ടായപ്പോഴാണ് ഈ ഇന്ദിരാഘട്ടെന്ന് പറഞ്ഞ പേര് വിളിച്ചു തുടങ്ങിയത്. സാമൂഹ്യ മാധ്യമങ്ങളിലാകെ അത് ആ രീതിയിലുള്ള പ്രതിഷേധവും വരുന്നുണ്ട്. എന്നാൽ ഈ 1 മണിക്കൂർ പവർ കട്ട് എന്നുള്ളത് 2 മണിക്കൂറിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതാകുമോ എന്നുള്ളത് തന്നെയാണ് ഇനി കാത്തിരിക്കേണ്ടത്. അക്ഷയ്, ശരി.